ഒരാളുടെ ഖൽബിൽ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ട്, സ്നേഹമുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവെന്താ? ഒരാളുടെ ഖൽബിൽ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ട്, അയാൾ വാദിക്കുകയാണ്, എനിക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ ആ മഹബ്ബത്തുണ്ട് എന്നതിന്റെ തെളിവെന്താണ്? ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ അവിടുത്തെ ശിഫായിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. വമിൻ അലാമാതി മഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസ്റത്തു ദിക്രിഹി. റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ട്, സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്നതിന്റെ തെളിവ് കസ്റത്തു ദിക്രിഹി. റസൂലുള്ളാഹിനെ പറ്റി എപ്പോഴും പറയല, റസൂലുള്ളാഹിനെ ഓർക്കല, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലല, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതല, അല്ലാഹുവിന്റെ റസൂലിന്റെ അപദാനങ്ങൾ പ്രകീർത്തനം ചെയ്യല, ആ പ്രകീർത്തനം ചെയ്യുന്ന സദസ്സുകളിൽ പങ്കെടുക്കല, റസൂലുള്ളാഹിനെ പറ്റി ധാരാളം പറയുക. അങ്ങനെയാണല്ലോ, നമുക്കൊരാളോട് ഇഷ്ടം കൂടിയാൽ അയാളെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? നമ്മുടെ കുട്ടികൾ അവർ ഇഷ്ടപ്പെടുന്ന സ്പോർട്സ് താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, അവരെ പറ്റി എപ്പോഴും പറയും. അവരുടെ ഓർമ്മയിലാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ഫോണിൽ സ്റ്റാറ്റസ് അതാണ്, അവരുടെ എല്ലാം അവരാ. എന്തുകൊണ്ടാണ്? അത്രത്തോളം അവരെ ഇവർ നെഞ്ചിലെത്തിയത് കൊണ്ടാണ്. നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അയാളെ പറ്റി എപ്പോഴും ഓർക്കും, അയാളെ പറ്റി എപ്പോഴും പറയും. ومن علامات محبة النبي صلى الله عليه وسلم كثرة ذكره. ഒരാളെ ഖൽബിൽ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ട്, ഒരാൾക്ക് റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ വ്യക്തമായ അടയാളോ റസൂലുള്ളാഹിനെ പറ്റി എപ്പോഴും അയാൾ പറയലാണ്, റസൂലുള്ളാഹിനെ ഓർക്കലാണ്, റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലലാണ്, റസൂലുള്ളാഹിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കലാണ്. നമ്മൾ ചോദിച്ചോളൂ, ഇന്ന് റസൂലുള്ളാഹിനെ പറ്റി എത്ര വട്ടം പറഞ്ഞു? ഇന്ന് റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? അത് മതി റസൂലുള്ളാഹിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ എന്നറിയാൻ. അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ റസൂലുള്ളാഹിനെ പറ്റി കൂടുതൽ പറയുക, പഠിക്കുക, അള്ളാന്റെ റസൂലിന്റെ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക. റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സുകൾ അവിടെ ഉണ്ടോ, അവിടെ ഒക്കെ പങ്കെടുക്കുക, അതിനു വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പരിശുദ്ധ റബീഉൽ അവ്വൽ എത്തിയാൽ കൂടുതൽ റസൂലുള്ളാഹിനെ അറിയാൻ ശ്രമിക്കും, നല്ലതാണ്. കൂടുതൽ അവസരങ്ങൾ അപ്പോഴാണ് ഉണ്ടാവുക. അതുകൊണ്ടത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പരിശുദ്ധ റബീഉൽ അവ്വൽ എത്തിയാൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിന്റെ അപദാനങ്ങൾ, മഹത്വങ്ങൾ പറയുന്ന മാസമാണ്. റസൂലുള്ളാഹിന്റെ അപദാനം പറയാൻ പറ്റുമോ? ഇപ്പൊ അതാണല്ലോ തർക്കം. പരിശുദ്ധ റബീഉൽ അവ്വൽ എത്തിയാൽ പ്രശ്നമാ. മൗലിദ് ഓതണ്ട, അപദാനം പറയണ്ട, പ്രകീർത്തിക്കണ്ട. അങ്ങനെ ചില ആളുകൾ ഉണ്ടല്ലോ, അവരോടൊന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഖൽബിൽ ഉണ്ടെങ്കിൽ പോട്ടെ, അള്ളാഹു ഹഖ് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങളോ, ബഹുമാനപ്പെട്ട ഖുറൈം ബിനുൽ ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, തബൂക്ക് യുദ്ധം കഴിഞ്ഞിട്ട് നബിയും സഹാബത്തും മടങ്ങി വരികയാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വിശ്രമത്തിനായി നിന്നു. കൂട്ടത്തിൽ റസൂലുള്ള മാറി ഒരു ടെന്റിലാണ്, സ്വഹാബത്ത് മറ്റൊരു സ്ഥലത്താണ്. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം പെട്ടെന്ന് നിർത്തുകയുണ്ടായി.
അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. പെട്ടെന്ന് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ നിർത്തി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾ നിർത്തിയത്? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ സമയത്ത് മുത്താറ്റൽ നബി തങ്ങളെ കൊച്ചാപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇന്നി ഉരീദു അൻ അംദിഹക. നബിയെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചത് അൻ അംദിഹക യാ നബിയല്ലാഹ്, തങ്ങളെ മഹത്വമാണ്, തങ്ങളെ മദ്ഹാണ്, തങ്ങളെ അപദാനങ്ങളാണ്, തങ്ങളെ മഹത്വപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമാം ബൈഹഖി തങ്ങളെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. എന്തേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തേ നിങ്ങൾ നിർത്തിക്കളഞ്ഞത്? അപ്പൊ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന കൊച്ചാപ്പ പറയുന്നു, നബിയേ, ഞങ്ങൾ ഇന്നി ഉരീദു അൻ അംദിഹക, നിങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ മഹാസൗന്ദര്യത്തെ പറ്റി, നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ പറ്റി, നിങ്ങളുടെ ഏറ്റവും വലിയ മഹാസൗന്ദര്യത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാ കൂട്ടത്തിലുള്ള സഹാബാക്കള്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി തങ്ങൾ പാട്ടുപാടാൻ അനുവാദം കൊടുത്ത, റസൂലുള്ളാഹിനെ പറ്റി കവിത പാടാൻ അനുവാദം കൊടുത്ത ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ കവിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് അവിടെ ഉള്ളത്. അവരൊക്കെ റസൂലുള്ളാഹിനെ പറ്റി, റസൂലുള്ളാഹിനോട് നേർക്ക് നേരെ ഡയറക്റ്റ് ലൈവായി റസൂലുള്ളാഹിന്റെ മദ്ഹ് എത്രയോ പാടിക്കൊടുത്തവരാണ്. കേൾക്കണോ നിങ്ങൾക്ക്? ശുമൂസുസ് സമാ വൽ ബദ്റു ബിൽ ഗൈമി ഫിൽ ഖഫാ വശംസുൽ ഖുബാ ഗൈമൻ വസഅവൻ തജല്ലതി അബദുറുസ് സമാ ഹൽ ഫീക നൂറുൻ കനൂരി فنورك منه باقتباس بمنتي صلاة وتسليم. صلاة റസൂലുള്ളാഹിന്റെ മാസാണ്. ചൊല്ലിക്കോ, സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. റസൂലുള്ളാഹിന്റെ അവദാനം പറയാൻ പറ്റുമോ? മൗലിദ് ഓതാൻ പറ്റുമോ? റസൂലുള്ളാഹിനെ മഹത്വപ്പെടുത്തിയിട്ട് ചർവിത ചർവണം ചെയ്യാൻ പറ്റുമോ? തർക്കമാ, ഒരു ഭാഗത്ത് തർക്കമാ. പറ്റൂല. നേർക്ക് നേരെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അള്ളാന്റെ റസൂൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചിട്ട് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ മദീനത്ത് പള്ളിയിലേക്ക് ആദരവായ റസൂലുള്ള വരുമ്പോ സ്വഹാബത്ത് നബി തങ്ങളുടെ ആ സൗന്ദര്യത്തിന്റെ മഹാപ്രപഞ്ചം കണ്ടിട്ട് സ്വഹാബത്തിൽ പലരോ ബഹുമാനപ്പെട്ട ഹസ്സാൻ തങ്ങളെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങളെ പോലെ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പാടിയ പാട്ടുകളാണ്, അപദാനങ്ങളാണ്, മൗലിദുകളാണ്. ശുമൂസുസ് സമാ വൽ ബദ്റു ബിൽ ഗൈമി ഫിൽ ഖഫാ വശംസുൽ ഖുബാ ഗൈമൻ വസഅവൻ തജല്ലതി. ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനോ, രാത്രിയിൽ നമുക്ക് പ്രകാശം തരുന്ന ചന്ദ്രനോ പലപ്പോഴും മേഘം വന്ന് മറയാറില്ലേ? റസൂലുള്ളാഹിനോട് പറയാ, നമുക്ക് വെളിച്ചം തരുന്ന സൂര്യന്, രാത്രിയിൽ വെളിച്ചം തരുന്ന ചന്ദ്രന് കാർമേഘം വന്നിട്ട് പലപ്പോഴും ഈ സൂര്യനെയോ ചന്ദ്രനെയും മൂടിക്കളയാറുണ്ട്. പകൽ നല്ല ഇരുട്ട്
ഇരുട്ടാകാറുണ്ട്. എന്താ? കാർമേഘം വന്ന് മൂടുന്നത് കൊണ്ടാണ്. 14-ാം രാവിലെ ഒരു പക്ഷേ മഴക്കാറുണ്ടെങ്കിൽ വെളിച്ചമുണ്ടാകാറില്ല. സ്വഹാബത്ത് ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, വശംസുൽ ഖുബാ ഗൈബൻ വസഅബൻ തജല്ലതി. ഓ ഖുബായിലെ സൂര്യനെ, മദീനത്തെ സൂര്യനെ, മക്കത്തുദിച്ച സൂര്യനെ, മദീനയുടെ നിലാവേ, നിങ്ങളെ സൗന്ദര്യത്തെ മറയ്ക്കാൻ ഒരു കാർമേഘത്തിനും പറ്റൂല, ഒരു മഴക്കാറിനും പറ്റൂല. റസൂലുള്ളാഹിനോട് പറയാണ്, സൂര്യനെ കാർമേഘം മറയ്ക്കാം, ചന്ദ്രനെ കാർമേഘം മറയ്ക്കാം, താരാപദങ്ങളെ കാർമേഘം കൊണ്ട് മറയ്ക്കാം. പക്ഷേ നബിയേ, വശംസുൽ ഖുബാ ഗൈബൻ വസഅബൻ തജല്ലതി, തങ്ങളുടെ മനോഹരമായ സൗന്ദര്യത്തെ മഴക്കാറിന് മറയ്ക്കാൻ പറ്റൂല, ഒരാൾക്കും തടുക്കാൻ പറ്റൂല. അബദറു സമാഹൽ ഫീക നൂറും കനൂരിഹി ഫന്നൂറുക മിൻഹു ബിഖ്തിബാസിൻ ബിമിന്നതി. ഓ ആകാശത്തിലെ പൗർണമിയേ, ഓ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന പൗർണമിയേ, ഹൽ ഫീക നൂറുൻ കനൂരിഹി, നിങ്ങളുടെ റസൂലുള്ളാഹിന്റെ പ്രകാശത്തോളം, നിങ്ങളുടെ ഹബീബുള്ളാഹിന്റെ സൗന്ദര്യത്തിനോളം, നിങ്ങളെ മുത്തായ തങ്ങളെ സൗന്ദര്യത്തിനോളം, ഓ ആകാശത്തിലെ പൗർണമിയേ, നിനക്ക് വെളിച്ചമുണ്ടോ? നിനക്ക് സൗന്ദര്യമുണ്ടോ? ഫനൂറുക മിൻഹു ബിഖ്തിബാസിൻ ബിമിന്നതി. റസൂലുള്ളാഹിന്റെ തങ്ങളെ മുത്തായ തങ്ങളെ സൗന്ദര്യത്തിന്റെ ആ ശരീരത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അല്ലാഹു കൊളുത്തി തന്നതാണ് ഓ ചന്ദ്ര, ഓ സൂര്യ, നിങ്ങളുടെ പ്രകാശം. റസൂലുള്ളാഹിനെ കാണുമ്പോ സഹാബത്ത് നേർക്ക് നേരെ നിന്ന് മദ്ഹ് പാടിയതാണ്. അപ്പൊ നമുക്ക് മൗലിദ് ഓതിക്കൂടെ? മൗലിദിൽ ഇത് തന്നെയല്ലേ പറയണേ? വേറെ വല്ലതും പറയുന്നോ? അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂർ അന്ത ഇക്സിറു വഗാലി അന്ത മിസ്ബാഹുസ് സുദൂർ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം عليكم يا حبيب سلام عليكم الله عليكم. ഓ പ്രവാചക പ്രഭോ, പള്ളികളായ പള്ളികൾ മുഴുവനും, വീടുകളായ വീടുകൾ മുഴുവനും, പ്രവാചക പ്രേമികൾ മുഴുവനും റസൂലുള്ളാഹിനെ പാടിപ്പുകഴ്ത്തുന്ന വരികളാണ്. ഓ നബിയേ, അന്ത ശംസുൻ അന്ത ബദറോ, അങ്ങ് സൂര്യനാണോ? അതല്ല, അങ്ങ് ചന്ദ്രനാണോ? അന്ത നൂറുൻ ഫൗഖ നൂർ, സൂര്യനെ വെല്ലുന്ന, ചന്ദ്രനെ വെല്ലുന്ന പ്രകാശമാണല്ലോ നബിയേ അങ്ങ്. അന്ത ഇക്സിറു വഗാലിയ അന്ത മിസ്ബാഹുസ് സുദൂർ. ഓ നബിയേ, ഓ റസൂലുള്ളാഹേ, അങ്ങ് അമൂല്യമായ സ്വർണത്തിനേക്കാൾ വിലയുള്ള സൗന്ദര്യമുള്ള തങ്കക്കട്ടിയാണ്. അന്ത മിസ്ബാഹുസ് സുദൂർ. പ്രവാചക പ്രേമികളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന റസൂലുള്ളാഹിനെ കൊണ്ട്, ഓ നബിയെ, നിങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഖൽബ് പ്രകാശിക്കുന്നു. ഓലിതോദിയാൽ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇനി നിങ്ങൾ കേട്ടോ, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബിയെ, ഞങ്ങൾ നിങ്ങളുടെ അപദാനം പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ മഹത്വം പാടുകയാണ്, ഞങ്ങൾ നിങ്ങളെ പ്രകീർത്തിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞോ, വേണ്ട, പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, പാടാൻ പാടില്ല, ചൊല്ലാൻ പാടില്ല.
ഓതാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞോ? അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് മറുപടി പറഞ്ഞു, ലാ യഫ്ളില്ലാഹു ഫാക്ക. ഓ അബ്ബാസ് എന്നവരെ, ലാ യഫ്ളില്ലാഹു ഫാക്ക. അല്ലാഹു ജല്ല ജലാലു നിങ്ങൾ എന്റെ മഹത്വം പാടിയ ഈ നാവുണ്ടല്ലോ, എന്റെ മഹത്വം പ്രകീർത്തിച്ച നിങ്ങളുടെ നാവുകളുണ്ടല്ലോ, എന്നെ പറ്റി വർണ്ണിച്ച നിങ്ങളെ ഈ നാവുകളുണ്ടല്ലോ, നിങ്ങളെ ഈ വായകളുണ്ടല്ലോ, ഒരിക്കലും നാശം വരൂല്ല, ഒരനർത്ഥവും നിങ്ങൾക്ക് അല്ലാഹു തരൂല്ല, ഒരു നാശവും അല്ലാഹു നിങ്ങൾക്ക് തരൂല്ല. റസൂലുള്ളാന്റെ മദ്ഹ് റസൂലുള്ളാന്റെ മുമ്പിൽ സ്വഹാബത്ത് പാടിയപ്പോ റസൂലുള്ള പറയാണ്, ചൊല്ലിക്കോ, പാടിക്കോ, പറഞ്ഞോളൂ, ഒരിക്കലും അല്ലാഹു നിങ്ങളുടെ നാവുണ്ടല്ലോ, ഈ ചൊല്ലിയ നാവ്, ഈ പറഞ്ഞ വായ, ഇതിനൊരിക്കലും അല്ലാഹു നാശം തരൂല. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസിൽ നിന്ന് നമുക്ക് രണ്ട് വ്യക്തമായ തെളിവുകൾ കിട്ടുകയാണ്. ഇത് സ്വഹീഹായ ഹദീസാണ്, എല്ലാരും അംഗീകരിക്കുന്ന ഹദീസാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസാണ്. ഇതിൽ നിന്ന് രണ്ട് തെളിവ് നമുക്ക് കിട്ടുന്നു. ഒന്ന്, റസൂലുള്ളാന്റെ മദ്ഹ് പാടാം, റസൂലുള്ളാന്റെ മദ്ഹ് പറയാൻ, റസൂലുള്ളാന്റെ പ്രധാനങ്ങൾ പറഞ്ഞു പാടി ചൊല്ലി പുകഴ്ത്താം. ഒന്ന്. മറ്റൊന്ന്, റസൂലുള്ള പറഞ്ഞു, ഒരിക്കലും അബ്ബാസ് എന്നവരെ എന്റെ മദ്ഹ് ചൊല്ലിയ നിങ്ങളുടെ നാവിനെ അല്ലാഹു ഒരിക്കലും നാശം തരൂല്ല. ഖാല റസൂലുള്ളാഹി, നിങ്ങൾക്കൊരിക്കലും അല്ലാഹു അനർത്ഥം തരൂല്ല, ഒരു നാശവും ഒരു അനർത്ഥവും അല്ലാഹു നിങ്ങൾക്ക് നൽകൂല. അപ്പൊ റസൂലുള്ളാന്റെ മൗലിദ് ഓതുന്ന, റസൂലുള്ളാന്റെ മദ്ഹ് ചൊല്ലുന്ന, റസൂലുള്ളാന്റെ മദ്ഹ് പറയുന്ന സ്ഥലത്ത്, നാട്ടിൽ, വ്യക്തികളിൽ, വീടുകളില് നാശമിറങ്ങൂല്ല. ഖാല റസൂലുള്ളാഹ്. ഇതിലപ്പുറം എന്താണ് തെളിവേണ്ടത്? മൗലിദിനെ ഇതിനപ്പുറം കൂടുതൽ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെളിവേണ്ടത്?